ലോകേഷ് കനകരാജ് ദ ഡയറക്ടർ ആക്ടറായിട്ട് വരുന്ന ലീഡായിട്ട് വരുന്ന സിനിമ DC, ഡയറക്ഷൻ ബൈ അരുൺ മതീശ്വരൻ, ദ ഡയറക്ടർ ഓഫ് സനി കായിതം, ക്യാപ്റ്റൻ മില്ലർ എന്നീ സിനിമകളൊക്കെ. അപ്പോൾ ഇതിനു മുന്നേയുള്ള സനി കായിതം ആയാലും ക്യാപ്റ്റൻ മില്ലർ ആയാലും എനിക്കിഷ്ടപ്പെട്ട പടങ്ങളാണ്. ക്യാപ്റ്റൻ മില്ലർ എന്നെ സംബന്ധിച്ചത് അടിപൊളി തിയേറ്റർ വാച്ചായിരുന്നു. അപ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് വരും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന പടം അരുൺ മതീശ്വരൻ ഡയറക്റ്റ് ചെയ്യുന്നത് ഇതാണ്, DC. ഞാൻ ഇതിൻ്റെ ടീസർ അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് വന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഫേമസ് ബംഗാളി ലിറ്ററേച്ചറായിട്ടുള്ള ദേവദാസിൻ്റെ കഥയാണെന്ന് എനിക്ക് തോന്നണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദേവദാസ്, പാർവതി, ചന്ദ്ര, അത് തന്നെ. DC എന്ന് പറഞ്ഞാൽ ദേവദാസ്, സി എന്ന് പറഞ്ഞാൽ ചന്ദ്ര. അതാണ് സംഭവം എന്ന് എനിക്ക് തോന്നണത്. എന്തായാലും ഇതിനകത്ത് ക്യാരക്ടേഴ്സിൻ്റെ പേര് റിവീൽ ആയപ്പോഴേക്കും ദേവദാസ്, പാർവതി, ചന്ദ്ര തന്നെയാണ് കാണിക്കുന്നത്. ദേവദാസായിട്ട് ലോകേഷ് കനകരാജ്, ചന്ദ്രയായിട്ട് വാമിക ഗബി, നമ്മുടെ ഗോദേല ആക്ട്രസ്. അതുകൂടാതെ പാർവതിയായിട്ട് വേറൊരു ആക്ട്രസ് ഉണ്ടെങ്കിൽ ആളങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ആക്ട്രസ്സാണ് അത് ചെയ്യുന്നത്, സഞ്ജന AK. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആളാണ്. അങ്ങോട്ട് പണ്ട് നമ്മുടെ ചിമ്പു STR സിലംബരശൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള നടിയാണോ എന്നൊരു ചെറിയ ഡൗട്ട് എനിക്കുണ്ട്. എന്തായാലും ഇത് പൊളിക്കും. ഇതൊരു ബ്ലഡ് ബാത്ത് പരിപാടിയാണെന്ന് എനിക്ക് തോന്നണത്. സെറ്റ് ഇൻ ദ യൂണിവേഴ്സ് ഓഫ് എ ഗുണ്ട ആണെന്ന് തോന്നണം. അങ്ങനെ എന്തൊക്കെയൊക്കെ ഒരു സംഭവം വൈബാണ് കിട്ടുന്നത്. ലോകേഷ് ഡയറക്റ്റ് ചെയ്ത ലിയോ ബ്ലഡി സ്വീറ്റ് ആയിരുന്നെങ്കിൽ ലോകേഷ് അഭിനയിക്കുന്ന DC ബ്ലഡി ട്രാജിക് ആവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. ദേവദാസിൻ്റെ സ്റ്റോറി ആണെങ്കിൽ ട്രാജിക് ലവ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡി ട്രാജിക് ആവാനുള്ള ഒരു വൈബ് മൊത്തത്തിൽ കാണുന്നുണ്ട്. നല്ല DOP. ആരാ ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. മുകേഷ് G. കിടിലം DOP. എഡിറ്റർ പ്രസന്ന GK, ആർട്ട് ഡയറക്ടർ കണ്ണൻ S, ആക്ഷൻ കൊറിയോഗ്രാഫർ PC സ്റ്റൺസ്, അനിരുദ്ധ് മ്യൂസിക്കൽ. ഇതിലെ സ്കോർ, ഈ ഒരു ഗ്ലിംസിലെ സ്കോർ തന്നെ. ഗ്ലിംസ് അല്ലല്ലോ, ഇത് എന്താ ശരിക്കും സംഭവം? ഗ്ലിംസിലെ സ്കോർ. ഇതിന് മുന്നേ ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു ടീസർ സെറ്റപ്പിൽ. ഇത് കുറച്ചുകൂടി ലെങ്ത് ഉണ്ട്. ഇത് 1 മിനിറ്റും 38 സെക്കൻഡുമാണ്. മറ്റേ എത്രയോ 1 മിനിറ്റ് താഴെ എന്തോ ആയിരുന്നുണ്ട്. അതിൻ്റെ ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഭിപ്രായം പറഞ്ഞുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം എനിക്ക് കണ്ടിട്ട് ഒരു നൈസ് സാധനം ലോഡിങ് ഒരു ഫീലിംഗ് ആയിട്ടാണ്. ഇതേ ഡയറക്ടറിൻ്റെ തന്നെ സനി കായിതം, സ്റ്റാറിങ് ധനുഷിൻ്റെ ചേട്ടൻ സെൽവരാഘവൻ ആൻഡ് കീർത്തി സുരേഷ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോകുക. കിട്ടിലം പടമാണ്. ഒരു സ്ലോ ബേണറാണ്, പക്ഷേ എനിക്ക് ഭയങ്കര വർക്കായ പടമാണ്. കിട്ടിലം പടമായിട്ട് തോന്നിയ ഒരു സിനിമയായിരുന്നു. സെക്കൻഡ് പടം ക്യാപ്റ്റൻ മില്ലർ. അതെല്ലാവർക്കും വർക്കാവുന്ന ടൈപ്പ് പടമല്ല, പക്ഷെ അത് OTTയിലൊക്കെ ഇരുന്ന് കണ്ടാൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ തിയേറ്ററിൽ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര, വനിതനെ ഞാൻ കണ്ടത് ഭയങ്കര എക്സ്പീരിയൻസ് നൽകിയൊരു സിനിമയായിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ്. അതിനകത്ത് നമ്മുടെ ശിവരാജ് കുമാറൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ക്യാമിയോ റോൾ, എക്സ്റ്റൻഡ് ക്യാമിയോ ലെവലിലൊക്കെ. എനിക്ക് പേഴ്സണലി വർക്കായ ഒരു പടമായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പടം നിന്നത്. സെക്കൻഡ് പാർട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പടായി ചെന്നൈ പോലെ എന്ന് വരും എന്നറിയാൻ പാടാത്ത അവസ്ഥ കൂടിയാണ് അതിൻ്റെ എന്നും കൂടെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ലെറ്റ് ദ സെക്കൻഡ് പാർട്ട് കം, ലെറ്റ് ഹിം കുക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എനിക്ക് കാണാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഒരു ഇതുവരെയുള്ള പ്രോമോ മെറ്റീരിയൽസ്, ടീസർ, ട്രെയിലർ കാര്യങ്ങളൊക്കെ ഇനി വരാൻ കിടക്കേണ്ടെന്ന് തോന്നുന്നുണ്ട്. ഗ്ലിംസ് എന്ന് പറഞ്ഞ 2 വീഡിയോസാണ് വന്നിരിക്കുന്നത്. നേരത്തെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും ഇത് ഗ്ലിംസും അങ്ങനെയാണ് സംഭവം ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിത് പേഴ്സണലി വർക്കായിട്ടുണ്ട്. സംഭവങ്ങൾ ഇതുവരെയുള്ള ഇവർ റോൾ ഔട്ട് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ നൈസായിട്ട് തന്നെയാണ് ഫീൽ ആയിരിക്കുന്നത്. ലോകേഷിൻ്റെ അഭിനയം കൊള്ളാം. ലോകേഷ് ഒരു നല്ല ഡയറക്ടറാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു നടൻ പുള്ളിയുടെ ഉള്ളിൽ ഒളിച്ച് കിടപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പൊതുവെ നല്ല ഡയറക്ടേഴ്സായിട്ടുള്ള ആൾക്കാർ അഭിനയിക്കാൻ വരുമ്പോൾ അടിപൊളിയായിട്ട് അഭിനയിച്ചാണ് കാണാറുള്ളത്. ഇത് കൂടാതെ നമ്മുടെ LCUയുടെ ഭാഗമായിട്ടുള്ള ബെൻസ് എന്നുള്ള ഒരു സിനിമ ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. നിവിൻ പോളിയുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, വില്ലനായിട്ടുള്ള വോൾട്ടർ എന്നുള്ള ക്യാരക്ടറൊക്കെ. അപ്പോൾ അതിനി എന്ന് വരുമെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ LCU ഒന്ന് വരും. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ LCU മച്ചാൻ ഈ അഭിനയം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് LCU ഒന്ന് എടുത്ത് കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാം. നല്ല രീതിയിൽ അത് കാണാൻ ആഗ്രഹമുണ്ട്. ആൾക്കാർക്ക് വെറുത്തുമടുത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവരുത് എന്നും കൂടി ആഗ്രഹമുണ്ട്. സംഭവം കൂലി അങ്ങനെ വർക്കായില്ലെങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത്, അതൊരിക്കലും ലോകേഷിനൊരു മോശം ഡയറക്ടറൊന്നും ആക്കി മാറ്റിയൊന്നുമില്ല. ഒരു പടം കൊണ്ട് നമുക്ക് ഒരു ഡയറക്ടറിനൊന്നും തള്ളിപ്പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് ഹിസ് പ്രീവിയസ് വർക്ക്സ് വർ അന്ത ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസുകൾ. വിക്രത്തിൻ്റെ
ഇൻട്രവൽ പഞ്ച്, അതുപോലെ തന്നെ ബാക്കി എല്ലാ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലിയോയുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഗംഭീരം തന്നെയായിരുന്നു, അതിലൊരു ഡൗട്ടുമില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ലോകേഷിൻ്റെ ആ വെടി തീർന്നൊന്നും പറയാൻ പറ്റൂല. അടുത്ത സിനിമ വരാൻ കാത്തിരിക്കുന്നു. ഈ ഒരു അഭിനയിച്ചിരിക്കുന്ന സിനിമയും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ എം എ ലോകേഷ് ഫാൻ, ബ്ലൈൻഡ് ഫാൻ ഒന്നുമല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഞാൻ ലിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് സെക്കൻഡ് ഹാഫ് തീരെ ഇഷ്ടപ്പെട്ടില്ല. പാർത്ഥിപൻ എന്നുള്ള ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെങ്കിലും ലിയോ എന്നുള്ള ക്യാരക്ടർ എനിക്ക് വർക്കായില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫ്ലാഷ് ബാക്ക്. പിന്നെ കൂലി എനിക്ക് വർക്കായ പടമല്ല. എന്നിരുന്നാൽ പോലും ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് ആക്ടിങ് ഡെബ്യൂ ആൻഡ് ഹിസ് അപ്കമിങ് ഡയറക്ടോറിയൽസ്. ഓൾസോ ആ ബെൻസ് എന്നുള്ള പടം, അതെന്തോ പ്രൊഡക്ഷൻ ലിംബോ കിടക്കണേ, കുറേ നാളായില്ല. ഒന്ന് ഇറക്കി വിടരുത്, വരട്ടെ, കാണാൻ കൊതിയാവുന്നു. നിവിൻ പോളി എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട്. എനിക്ക് അതിൻ്റെ ടീസർ വർക്കായതാണ്. പിന്നെ ലീഡ് ക്യാരക്ടർ ബെൻസിൻ്റെ ഒന്നും ഇതുവരെ ജസ്റ്റ് ഒരു ഹെൽമെറ്റ് കാണിച്ചതല്ലാതെ വേറെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അതിൻ്റെ ട്രെയിലറോ ടീസറോ എന്തെങ്കിലുമൊക്കെ പടച്ച് വിടറേ, നല്ല രീതിയിൽ തന്നെ വിട്, കുക്ക് ചെയ്ത് വിടുക, അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു അപരാധം പടച്ച് വിടരുത്. ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ കണ്ടിട്ട് പറയാം. അപ്പോൾ ഇത് ഓൾറെഡി വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സോണി മ്യൂസിക്കിൻ്റെ എന്തോ ചാനലിൽ അങ്ങാണ്ടാണ് വന്നിരിക്കുന്നത്. നോക്കട്ടെ, സൺ ടി വിയുടെ യൂട്യൂബ് ചാനലാണ് ഈ ഒരു ഗ്ലിംസ് വന്നിരിക്കുന്നത്. വാമിക ബേബി പൊളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കൊരു സൂപ്പർ ആക്ട്രസ്സാണ്. കൂഫിയ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അടിപൊളിയായിട്ട് പുള്ളിക്കാരി അതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോൾഡ് റോളുമായിരുന്നു, പുള്ളിക്കാരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് വൺ. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.